ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമിത്താം ധർമ്മസുമൂഢചേതഃ യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്ഥേ അഹം ശാതിമാം താം പ്രപന്നം. ഓ നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. കഴിഞ്ഞ ദിവസം ഉത്തരഗീതയിലെ 5 ശ്ലോകങ്ങൾ വരെ നമ്മൾ ചിന്തിച്ചതാണ്. ഇനി 6 തൊട്ട് 10 വരെയുള്ള 5 ശ്ലോകങ്ങളാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. തത പവിത്രം പരമേശ്വരാഖ്യം അദ്വൈതരൂപം വിമലാംബരാപം യതോതകേ തോയമനുപ്രവിഷ്ടം തദാത്മരൂപോ നിരുപാധി സംസ്ഥിത ആകാശവൽ സൂക്ഷ്മ ശരീരമാത്മാ ന ദൃശ്യതേ വായുർവദ വദ അന്തരാത്മാ ന ബാഹ്യ അഭ്യന്തര നിശ്ചലാത്മാ ജ്ഞാനോൽക്കയാം പശ്യതി അന്തരാത്മാ എത്രയെത്ര മൃദോ ജ്ഞാനി യേന വാ കേന മൃത്യുനാം യഥാ സർവഗതം വ്യോമ തത്ര തത്ര ലയം ഗതം ശരീരവ്യാപിനം വ്യോമ ഭുവനാനി ചതുർദശ നിശ്ചലോ നിർമ്മലോ ദേഹി സർവപാപി നിരഞ്ജന മുഹൂർത്തമപി യോഗശ്ചേൽ നാസാഗ്രേ മനസാ സഹ സർവം തരതി പാപ്മാനം തസ്യ ജന്മ സദാർജിതം. 6-ാമത്തെ ശ്ലോകത്തിൽ തതപവിത്രം പരമേശ്വരാഖ്യാം അദ്വൈതരൂപം വിമലാംബരാപം യതോതകേ തോയമനുപ്രവിഷ്ടം തദാത്മരൂപോ നിരുപാധി സംസ്ഥിത. കർമ്മബന്ധങ്ങളെല്ലാം ദഹിപ്പിച്ച അദ്ദേഹം പരിശുദ്ധമായ പരമേശ്വര രൂപത്തിൽ ലയിക്കുന്നു. ആ പരമേശ്വര രൂപം അദ്വൈതവും നിർമ്മലവുമായ ആകാശം പോലെ അഖണ്ഡവുമാണ്. ജലത്തിൽ ചേർന്ന് ലയിച്ച ജലബിന്ദു പോലെ അവന്റെ ആത്മാവ് പരമാത്മാവിൽ നിരുപാധികം ലയിച്ച് ചേർന്നിരിക്കുന്നു എന്നർത്ഥം. അതായത് 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, കർമ്മബന്ധങ്ങളെ എങ്ങനെയാണ് ഒരു വിദ്വാൻ ബ്രഹ്മജ്ഞാനാഗ്നിയിൽ കർമ്മബന്ധങ്ങളെ ദഹിപ്പിച്ചു കളയുന്നത് എന്ന് പറഞ്ഞു. ആ ബ്രഹ്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതു വിധത്തിലുള്ള കർമ്മം ചെയ്താലും ചെയ്യാതിരുന്നാലും ഈ ബ്രഹ്മപ്രാപ്തി സാധ്യമാണെന്നർത്ഥം. കാരണം കർമ്മബന്ധനങ്ങളെല്ലാം ഒടുങ്ങി പാപരാഹിത്യം വന്ന് പരിശുദ്ധമായ, പാപവുമില്ല പുണ്യവുമില്ലാത്ത അവസ്ഥയാണ് പരമശുദ്ധി എന്ന് പറയുന്നത്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കർമ്മബന്ധനമാണ്. അപ്പൊ കർമ്മബന്ധനങ്ങൾ ഒടുങ്ങിയാൽ മാത്രമേ ബ്രഹ്മജ്ഞാനി ആയാൽ പോലും ബ്രഹ്മപ്രാപ്തി സാധ്യമാകൂ എന്നർത്ഥം. അപ്പോ അതാണ് ഇവിടെ പറഞ്ഞത്. തതപവിത്രം പരമേശ്വരാഖ്യാം അദ്വൈത രൂപം. പിന്നെ അവിടെ വിദ്വാന്റെ രൂപിൽ രണ്ടില്ല. ആ ദ്വൈതഭാവത്തെ ജനിച്ച സങ്കല്പ വികല്പങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ യോഗി ഉയരുക ചെയ്യും. അതാണ് കർമ്മബന്ധങ്ങളെല്ലാം ദഹിപ്പിച്ച അദ്ദേഹം പരിശുദ്ധമായ പരമേശ്വരത്തിൽ. ആ പരമേശ്വര രൂപം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാണ്. നമ്മളെല്ലാവരും ആത്യന്തികമായിട്ട് ആ പരിശുദ്ധമായ അംശത്തിൽ നിന്നാണ് ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു ജലഗണം പോലെ വേർപെട്ട് ജീവാത്മാവായിട്ട് പരിണമിച്ചത്. ഈ ജീവാത്മാവിനെ വെച്ച് നമ്മൾ ഇതുവരെ 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജനിച്ചു. അത് കഴിഞ്ഞ് മനുഷ്യനായിട്ട് ജനിച്ചു. ആ ജീവജാലങ്ങളായിട്ട് ജനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പരിണാമങ്ങൾക്ക് വിധേയമായിട്ട് ഓട്ടോമാറ്റിക് അധോ ജന്മത്തിൽ നിന്നും അപക്ഷി മൃഗാദികളുടെ ജന്മങ്ങളിൽ നിന്നും സസ്യലതാദികളുടെ ജന്മങ്ങളിൽ നിന്നും ഉയർന്ന ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതിയാ ഉയർന്നു വരുന്ന ഒരു ജീവാത്മാവ് ദൈവിക സമ്പത്തും അസുരി സമ്പത്തും തുലനാവസ്ഥയിൽ നേച്ചറും കൾച്ചറും 50-50% ആയിട്ട് പ്രകൃതിയാ പരിണമിക്കും. അങ്ങനെ പരിണമിക്കുന്ന യോഗ്യത നേടിയ ഒരു ജീവാത്മാവിനാണ് മനുഷ്യ ശരീരം ലഭിക്കുക. ആ മനുഷ്യ ശരീരം ലഭിക്കുമ്പോൾ തന്നെ ദൈവിക സമ്പത്തും 50%, ആസുരി സമ്പത്തും 50%. ദൈവിക സമ്പത്ത് ഒരിക്കലും നശിക്കാത്തതായിരിക്കും. അത് ഈശ്വരന്റെ 26 ഗുണങ്ങളാണ്. അതിൻ്റെ 50% ആണ് നമുക്ക് വരദാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൾച്ചറായിട്ട് ആസുരി സമ്പത്തും തന്നിട്ടുണ്ട്. ഈ ആസുരി സമ്പത്ത് എപ്പോഴും പ്രേയസാണ്. അത് എന്താണോ നശിച്ചു പോകുന്നത് അതാണ് ആസുരി സമ്പത്ത്. ഇത് രണ്ടും
ബാലൻസ് ചെയ്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ശരീരം പോലും ആസുരി സമ്പത്താണ്. അപ്പൊ ശരീരത്തെ പോലും പരമമാക്കി മാറ്റണമെങ്കിൽ അത് ഈ ദൈവീക സമ്പത്ത് കൊണ്ട് നിറയ്ക്കണം. അതന്നെയാണ് പോഷിപ്പിക്കുക എന്ന് പറയുന്നത്. ദേവാൻ ഭാവയതാൻ ഏനതേ ദേവ ഭാവയന്തുവാക പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യതാം എന്ന് പറഞ്ഞ ദൈവീയ സമ്പത്തും ആസുരി സമ്പത്തും പരസ്പരം സഹവർത്തിത്വത്തിലൂടെ മാത്രമേ അനായാസന ജീവിക്കാൻ സാധിക്കൂ. നമ്മൾ മനുഷ്യനെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെച്ചൂർ സ്വാമി പറയുന്ന പോലെ നമ്മൾ ആശ്രയിക്കുന്നത് വ്യവഹാരത്തെയാണ്. അതായത് ഭൗതികത, ആസുരി സമ്പത്തിനെ ആശ്രയിക്കുന്നു. എന്നാൽ വ്യവഹരിക്കുന്നതോ, വ്യവഹരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആസുരി സമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തിയിലേക്ക് തന്നെ പോകുന്നത്. നേരെ തിരിച്ചാ വേണ്ടത്. ഈശ്വരനെ ആശ്രയിക്കണം. ആസുരി ഭാവം ശാശ്വതമല്ല, അതിൽ വ്യവഹരിക്കണം. അവിടെ നെച്ചു സ്വാമി പറയുന്നത് ശരിക്കും വിശകലനം ചിന്തിച്ച് പരിചിന്തിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തെ ആശ്രയിച്ചല്ല ജീവൻ നിൽക്കുന്നത്, ജീവനെ ആശ്രയിച്ചാണ് ശരീരം നിൽക്കുന്നത്. അപ്പൊ പരമമായ എന്തിനാണോ, അതിനെ നശിക്കാത്തത് എന്തോ അതിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ശരീരത്തെ പോലും ഉപയോഗിച്ച് വ്യവഹരിക്കാൻ സാധിക്കൂ. വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശരീരത്തെ നമ്മൾ ഇച്ഛിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുക. അപ്പൊ ആസുരി സമ്പത്ത് എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷ പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള ശരീരം പോലും ഈ പ്രകൃതിയും നശിക്കുന്നതാണ്, ഈ പ്രപഞ്ചവും നശിക്കുന്നതാണ്. ഈ അണ്ടകടാരങ്ങള് അനേക കോടി ബ്രഹ്മാണ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ എന്തൊക്കെ കാണുന്നോ അതൊക്കെ ആസുരി സമ്പത്ത് നശിക്കുന്നതാണ്. എന്നാൽ ദൈവിക സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവ്യക്തമാണ്, അചിന്ത്യമാണ്, അവികാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ ആശ്രയിക്കില്ല. ഈ പ്രത്യക്ഷത്തിലുള്ളതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, ഭക്തിയില്ലാത്തവർ അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു. കുറച്ച് ഭക്തി ഉണ്ടായാൽ തന്നെ അതിനെ ഇഷ്ടഭോഗങ്ങളെ സമ്പാദിക്കാനും അതിനെ നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഈശ്വരനെ ആശ്രയിക്കുന്നത്. നമ്മൾ നേരെ തിരിച്ചാ വേണ്ടത്. ഈശ്വരനെ ആശ്രയിക്കണം, ഭൗതികത്തിൽ വ്യവഹരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ശരീരം പോലും താൽക്കാലികമാണ്. ഈ ശരീരം പോലും പോഷിപ്പിച്ച് അതിനെ ഉപയോഗിക്കണമെങ്കിൽ പരസ്പരം ഭാവയന്തക. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ദേവാൻ ഭാവയതാൻ ഏനതേ ദേവ. നമുക്ക് കിട്ടിയുള്ള ദൈവിക സമ്പത്തിനെ പോഷിപ്പിക്കണം. പോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങൾ, അത് നശിച്ചു പോകുന്നതാണ്. ഇഷ്ടഭോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആസുരി സമ്പത്താണ്. എന്ത് ചോദിച്ചു വാങ്ങിയാലും അതൊക്കെ നശിക്കുന്നതായിരിക്കും. പ്രത്യക്ഷമാണ്. പ്രകടന ഭക്തി കൊണ്ടും പ്രത്യക്ഷ ഭക്തി കൊണ്ടും ലഭിക്കുന്നത് ആസുരി സമ്പത്താണ്. എന്തൊക്കെ കിട്ടിയാലും ശരീരം അടക്കം നശിക്കുന്നതാണ്. അത് ഉറപ്പിച്ചു കൊള്ളണം. അപ്പൊ നമ്മള് പരമമായതിനെ ആശ്രയിച്ചുകൊണ്ട് ഭൗതികമായ ഇഷ്ടഭോഗങ്ങളെ അനായാസന ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ശക്തി നമുക്ക് നൽകിയിട്ടും നമ്മൾ ഭൗതികത്തെ ആശ്രയിച്ചുകൊണ്ട് ഈശ്വരനിൽ വ്യവഹരിച്ചാൽ, എത്ര വ്യവഹരിച്ചാലും നമ്മൾ സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടി വരും. ഇതൊന്നും ഭാവം അതുകൊണ്ടാണ് വരുന്നത്. നമ്മളൊരു അമ്പലത്തിൽ പോകുന്നതോ ഇല്ലേ പൂജ നടത്തുന്നതോ ഒരു വഴിപാട് കഴിക്കുന്നതോ നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഈ സാധ്യമാകുന്ന ഭൗതിക സമ്പത്തോ എന്താണേലും വേണ്ടില്ല, അതും നശിച്ചു പോകുന്നതായിരിക്കും. അപ്പൊ ആശ്രയ സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കും എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതിനകത്തുള്ള ആ ഈശ്വര ശക്തിയെ നമ്മൾ വ്യവഹരിക്കുക. ഈശ്വരന്റെ ശക്തി കൊണ്ടാണ് ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും. അതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളത് അവ്യക്തമായതുകൊണ്ട്, അചിന്ത്യമായതുകൊണ്ട്, അവികാര്യമായതുകൊണ്ട് അതിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാൽ കുറച്ച് ഭക്തി തുടങ്ങിക്കഴിഞ്ഞാൽ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ആ ഈശ്വര സങ്കല്പത്തിൽ ആശ്രയിക്കുകയല്ല ചെയ്യുന്നത്, വ്യവഹരിക്കുക ചെയ്യുന്നത്. എന്തിനാ? നമുക്ക് താൽക്കാലികമായിട്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണല്ലോ. നമുക്ക് എന്തൊക്കെ ഇച്ഛിക്കുന്നു അതൊക്കെ സാധിക്കണം, നല്ലത് വരുത്തണം, ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ ഭൗതിക വ്യവഹാരങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷെ ആ ഭൗതികത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ദുഃഖം പിടിവിടാതെ നിഴൽ പോലെ നടക്കുന്നത്. കാരണം അസുരീ സമ്പത്ത് എന്ത് കിട്ടിയാലും വേണ്ടില്ല, നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് അതൊക്കെ ദുഃഖഹേതുക്കളാണെന്ന് പറയുന്നത്. എന്നാൽ കുറച്ചു കാലമെങ്കിലും അനായാസേന സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെങ്കിൽ ഈ അസുരീ സമ്പത്തും ഭൗതിക സമ്പത്തിനെയും പരസ്പരം ഒരേ ഭാവത്തിൽ
നമുക്ക് തുല്യ നിലയിലാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ തുല്യ നിലയിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പഠിച്ചാൽ തന്നെ മനുഷ്യ ജീവിതം തന്നെ അനായാസേന മുന്നോട്ട് പോകും. നിങ്ങൾക്ക് എത്ര ജന്മം എടുത്തു വരണമെങ്കിലും അതിനെ അധപ്പതിപ്പിക്കാതെ തൽസ്ഥിതി നിലനിർത്തിക്കൊണ്ട് മനുഷ്യ ജന്മത്തിൽ ഈ കൽപ്പം കഴിയുന്നവരെ, മന്വന്തരം കഴിയുന്നവരെങ്കിലും ഗീതാശ്ലോകങ്ങൾ ഒരു ശ്ലോകമെങ്കിലും ചൊല്ലി പഠിച്ചാൽ ഈ മന്വന്തരം മുഴുവൻ മനുഷ്യനായിട്ട് ജനിക്കാമെന്ന് ഗീതാമഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ജീവിതകാലം മുഴുവൻ ഗീതയെ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ മനുഷ്യത്വം കളയാതെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. ഒരു മനുഷ്യനിൽ തന്നെ, ഞാൻ ആവർത്തി പറഞ്ഞു, നമ്മളിൽ തന്നെ ദൈവികത്വമുണ്ട്, മനുഷ്യത്വമുണ്ട്, പുരുഷത്വമുണ്ട്, സ്ത്രീത്വമുണ്ട്, ബ്രാഹ്മണത്വമുണ്ട്, ക്ഷത്രിയത്വമുണ്ട്, വൈശ്യത്വമുണ്ട്, ശൂദ്രത്വമുണ്ട്. ഈ സസ്യലതാദികളുടെ മറ്റു പക്ഷി മൃഗാദികളുടെ തത്വവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പൊ നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നോ അതിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ഈ പരമമായ മരണാനന്തരം സംഭവിക്കുന്ന കാര്യമൊക്കെ ഗീതയിൽ 8-ാം അധ്യായത്തിൽ പറയും. യം യം വ്യാപി സ്മരൻ പാപം തെജത്തന്തേ കളേപരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഭൗതികമായ വസ്തുക്കളിൽ എന്തിനെ എല്ലാമാണോ, ഏതെല്ലാമാണോ അറ്റാച്ച്മെന്റോട് കൂടി നമ്മൾ വ്യവഹരിച്ച് അതിൽ വാസനാബലത്താൽ ശരീരം ത്യജിക്കുന്നത്, അതനുസരിച്ചുകൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് പോകാനും കാരണം അതുകൊണ്ടാണ് യം യം വാപി സ്മരൻ പാപം തെജത്തന്തേ കളേപരം. അതേ കാര്യം തസ്മാ, അതിന്റെ കഴിഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു തസ്മാൽ, അതുകൊണ്ട് തസ്മാ സർവേഷു കാലേഷു, വ്യവഹരിക്കുന്നത് എന്ത് തന്നെ ആയാലും വേണ്ടില്ല അവിടെയൊക്കെ തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര, എന്നെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ എന്നെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ഭൗതികതയിൽ രമിച്ചാലും ഭോഗങ്ങൾ അനുഭവിച്ചാലും അവിടെയൊക്കെ എന്തൊക്കെ അനുഭവിക്കുമ്പോഴും അവിടെ ഈശ്വര സ്മരണ നിലനിർത്തണം. തസ്മാ സർവേഷു കാലേഷു, ഏത് കർമ്മത്തിലും ഏത് കാലത്തും എന്നെ സ്മരിച്ചുകൊണ്ട് ഇരുന്നാൽ മാത്രമേ മരണസമയത്തും ആ വാസനാബലത്താൽ ഈശ്വരനെ സ്മരിക്കാൻ സാധിക്കൂ. അപ്പോഴാണ് ബ്രഹ്മപ്രാപ്തി. അതാണ് ഇവിടെ പറഞ്ഞത് തതപവിത്രം പരമേശ്വരാഖ്യാം. നമുക്ക് പരമപവിത്രമായ ആ പരമാത്മാവിൽ നിന്നാണ് ജീവാത്മാവിനെ കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് കിട്ടുന്ന സമയത്ത് അത് പരമശുദ്ധമായിരുന്നു. പക്ഷേ നമ്മുടെ വ്യവഹാരം കൊണ്ട് അതിനെ ആ ഭൗതികമായ വ്യവഹാരത്തിൽ എപ്രകാരം യം യം വ്യാപി സ്മരൻ ഭാവം, ഏത് തരത്തിലാണോ ഭൗതികത്തിൽ സ്മരിക്കുന്നത് അതിനോട് ആ ജീവാത്മാവ് ഒട്ടിച്ചേർന്ന് നിൽക്കും. അപ്പം ഉണ്ടായിരുന്ന ശുദ്ധി ഭൗതികത്തിൽ ആസുരി സമ്പത്തിനോട് ഒട്ടി നിന്നാൽ അതിൻ്റെ ശുദ്ധത, പവിത്രത നഷ്ടപ്പെടും. എന്ത് നശിക്കുന്നോ നശിക്കുന്നതിനോട് ചേർന്ന് നിൽക്കുന്ന ജീവാത്മാവ് ഒരിക്കലും പരമാത്മാവിലേക്ക് എത്താൻ സാധിക്കില്ല. അതിനെ ആ ഒട്ടലിൽ നിന്ന് വേർപെടുത്തണം. അപ്പോഴാണ് പവിത്രമാക്കുക എന്ന് പറയുന്നത്. അത് കൂടുതലും സംഭവിക്കുന്നത് ഈ പവിത്രത നഷ്ടപ്പെടുത്തുന്നത് മനുഷ്യജന്മത്തിലാണ്. കാരണം മറ്റ് ജീവജാലങ്ങളൊക്കെ അതിന് ഏതേത് ശരീരം കിട്ടിയാലും വേണ്ടില്ല, അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ആ യുക്തി അനുസരിച്ചുകൊണ്ട് ആ ശരീരം വെച്ചുകൊണ്ട് അതിനനുഭവിക്കേണ്ട വാസനാബലത്താൽ മാത്രമേ ജീവിക്കാൻ സാധിക്കൂ. അതിന് പുതിയതായിട്ടൊന്നും വാസനാബലം ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല. അതാണ് മറ്റ് ജീവജാലങ്ങളുടെയും സസ്യലതാദികളുടെയൊക്കെ പ്രത്യേകത. അതിൻ്റെ സ്വഭാവവും എല്ലാ കാര്യങ്ങളും നേച്ചർ അനുസരിച്ച് തന്നെ അതിന് പ്രവർത്തിക്കാൻ സാധിക്കും. അത് ഓരോ ഘട്ടത്തിലും നമ്മൾ അങ്ങനെയൊക്കെ കടന്നു വന്നിരിക്കുന്നത്. ഏത് ജീവിയാണോ ആയിട്ട് ജനിക്കുന്നു ആ ജീവിയുടെ ജീവിത സമ്പന്നമായ ശരീരം എപ്പോൾ ത്യജിക്കുന്നു. ഒരു കൊതുകിന് തന്നെ 7 ദിവസമേ ഉള്ളൂ. അത് എത്രയൊക്കെ ശ്രമിച്ചാലും 7 ദിവസത്തിൽ കൂടുതൽ ആയുസ് ഇല്ല എന്നർത്ഥം. 7 ദിവസമാണ് അതിൻ്റെ ആയുസ്. ആവറേജ് ആയുസ് എന്ന് പറയുന്ന ഒരു കൊതുകിന് 7 ദിവസമാണ് മാക്സിമം. അത് കഴിഞ്ഞാൽ അടുത്ത പ്രമോഷൻ കിട്ടി അത് പൊക്കോളും. അത് ഓട്ടോമാറ്റിക്കാണ്. ആ നേച്ചർ മാറ്റാൻ പറ്റില്ല. മനുഷ്യന് അങ്ങനെയല്ല. മനുഷ്യന് ഇനി തിരിച്ച് അധോജന്മത്തിലേക്ക് പോകണമെങ്കിൽ പോകാം, തൽസ്ഥിതി നിലനിർത്താം. ഉയർന്ന, ഞാൻ പറഞ്ഞില്ലേ, ഈ ദേവത്വവും മനുഷ്യത്വവും സ്ത്രീത്വവും പുരുഷത്വവും മറ്റ് ജീവജാലത്വവും ഒക്കെ ഉള്ളത് കൊണ്ട് മനുഷ്യന് ഏത് ഓപ്ഷനിലേക്ക് വേണേലും പോകാം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
കാരണം എന്താ, നമ്മൾ ഈ ഓരോരുത്തരും ഓരോ സ്വഭാവമായിട്ട് മാറി അതനുസരിച്ച് അറ്റാച്ച്മെന്റും മുട്ടലും ഉണ്ടായി കഴിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജന്മാനുജന്മങ്ങൾ പോലും അതനുസരിച്ചാണ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ പവിത്രത മനുഷ്യനാണ്, മനുഷ്യന്റെ പവിത്രത ജീവാത്മാവിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ യോഗബലത്താൽ ഇല്ല ജപതപാദികൾ ചെയ്തുകൊണ്ട് അതിനെ പരമപവിത്രമാക്കിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്താൽ പിന്നെ ഒരിക്കലും ആ കർമ്മങ്ങൾ ഒട്ടലില്ലാതെ ചെയ്താൽ അത് കർമ്മബന്ധനങ്ങൾ ഇല്ലാതെ വരും. എപ്പോൾ കർമ്മബന്ധനം ഇല്ലാതെ വരുന്നുവോ അപ്പോൾ തോതകേ തോയം അനുപ്രവിഷ്ടം തദാത്മരൂപ നിരുപാധി സംസ്ഥിത. കർമ്മബന്ധങ്ങളെല്ലാം ദഹിപ്പിച്ച് അദ്ദേഹം പരമശുദ്ധമായ പരമേശ്വര രൂപത്തിൽ ലയിക്കുന്നു. ആ പരമേശ്വര രൂപം അദ്വൈതവും നിർമ്മലവും ആകാശം പോലെ അഖണ്ഡവുമാണ്. ജലത്തിൽ ചേർന്ന് ലയിച്ച ജലബിന്ദു പോലെയാണ്. അവന്റെ ജീവാത്മാവ് പരമാത്മാവിൽ നിരുപാധികം യാതൊരു പ്രീ കണ്ടീഷൻസും ഇല്ലാതെ സ്വയം ആ പവിത്രത കിട്ടിക്കഴിഞ്ഞാൽ അത് നിമിഷ നേരം കൊണ്ട്, സങ്കല്പമാത്രം കൊണ്ട്, സാന്നിധ്യമാത്രം കൊണ്ട് അത് അതിലേക്ക് ലയിക്കും. ഇത് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കച്ച കെട്ടിയൊന്നും നടക്കണ്ട. എപ്പോൾ പവിത്രത വരുന്നോ അപ്പം അയ്യേ അതിസുലഭം. അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമാണെന്നർത്ഥം. പുറത്ത് കൊണ്ടുവന്നിട്ട് ലയിപ്പിക്കുകയൊന്നും വേണ്ട, ഇല്ലേ പുറത്ത് പോയിട്ട് ലയിപ്പിക്കുകയൊന്നും വേണ്ട. നമ്മൾ ആ പരമപവിത്രമായ ജീവാത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ബന്ധനമുക്തമാക്കിയാൽ ജീവൻ മുക്തിയായി എന്നർത്ഥം, ഓട്ടോമാറ്റിക്കായിട്ട്. അതാണ് ഈ ജ്ഞാനം കിട്ടിയാലും ചിലപ്പം ജ്ഞാനികളും കർമ്മവാസനയാൽ ബന്ധിക്കപ്പെടുന്നു. ഗീതയിൽ സ്പഷ്ടമായിട്ട് ബ്രഹ്മജ്ഞാനി ആയാലും ചില കർമ്മവാസനകൾ വിടാതെ നിൽക്കും. അത് ചിലപ്പോൾ ബന്ധനത്തിൽ കൊണ്ടുപോയി വീണ്ടും പവിത്രത നഷ്ടപ്പെടുത്തും. ഒരു ഘട്ടത്തിൽ പവിത്രത വരുമ്പോഴാണ് ഈ ബ്രഹ്മജ്ഞാനിയൊക്കെ ആകണേ. പക്ഷേ ഈ ശരീരത്തിലൂടെ ലഭിക്കുന്ന ബ്രഹ്മാസനാബലം ചിലപ്പം നഷ്ടപ്പെടാതെ ചിലത് അറ്റാച്ച്ഡ് ആയിട്ട് ഒട്ടലോടുകൂടി നിൽക്കും. അതാണ് ഏറ്റവും വലിയ മായ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ജയിക്കണം എന്നുള്ളതാണ്. മനസ്സിനെയും ബുദ്ധിയും അഹങ്കാരത്തെയും ഈ മൂന്നിനെയും കൊണ്ട് അവ്യക്തമായിരിക്കുന്ന ശക്തി ഈശ്വരൻ്റെ ത്രിവിധ ശക്തിയാണ്. അതിൽ മായ കലർന്നിരിക്കും എപ്പോഴും. അപ്പോൾ അത് പിടിച്ചാൽ ബ്രഹ്മചാരി ആയാലും ചിലപ്പോൾ കർമ്മബന്ധനം പിന്നെ ഉണ്ടാകും എന്നർത്ഥം. അവിടെയാണ് ഈ സ്ഥാനപൃഷ്ഠനൊക്കെ ആകുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ആകാശവൽ സൂക്ഷ്മ ശരീരമാത്മാ ന ദൃശ്യതേ വായു വദന്തരാത്മാ ന ബാഹ്യ അഭ്യന്തര നിശ്ചലാത്മാ ജ്ഞാനോൽക്കയ പശ്യതി ചാന്തരാത്മാ. അന്തരാത്മാവ് ആകാശത്തിലെ സൂക്ഷ്മമായിരിക്കുന്ന ശരീരത്തോടു കൂടിയതാണ്. വായുവിനെ കാണുവാൻ കഴിയാത്തതുപോലെ അതിനെയും കാണുവാൻ കഴിയുന്നതല്ല. നിശ്ചലമായിരിക്കുന്ന അന്തരാത്മാവിനെ ജ്ഞാനദൃഷ്ടിയുടെ പ്രകാശത്താൽ കണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് താനും. ഇവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ശരീരത്തിലുള്ള അംഗപ്രത്യംഗങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് ശരീരജ്ഞാനം ലഭിച്ചാൽ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഹൃദയവും ഇല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് അവയവങ്ങളും ഒക്കെ ഏത് സ്ഥാനത്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനും അതേപ്പറ്റി ബോധവും കണ്ണടച്ചിരുന്നാലും നമ്മുടെ ഹൃദയം എവിടെയാ, കണ്ണെവിടെയാ, മൂക്കെവിടെയാ, തോക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് തൊട്ട് കാണിക്കാൻ സാധിക്കും. അതിനുള്ള ബോധം പച്ചയായ ശരീരത്തെ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഇല്ലെങ്കിൽ അകത്തുള്ളത് സ്കാൻ ചെയ്ത് അത് എവിടെയൊക്കെ അതിനെന്തെങ്കിലും കേടുണ്ടെങ്കിൽ പോലും കണ്ടുപിടിക്കാൻ പാകത്തുള്ള സിസ്റ്റമൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേ ശരീരത്തിൽ തന്നെ കണ്ണ് തുറന്നിരുന്നാലും കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്തോ അതാണ് ജീവൻ. നമ്മളിപ്പം ഓൾ ബോഡി സിറ്റി സ്കാനൊക്കെ ചെയ്താലും ഈ ജീവാത്മാവിനെ കണ്ടുപിടിക്കാൻ ഒരു ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. കാരണം അതെങ്ങനെ നിൽക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞു. അന്തരാത്മാവ് ആകാശത്തെ പോലെ സൂക്ഷ്മമായ ശരീരത്തോട് കൂടിയതാണ്. അത് വായുവിനെ കാണുവാൻ കഴിയാത്തതുപോലെ ഈ ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വായുവിനെ നമുക്ക് ഈ മാംസ ചക്ഷുസുകളെ കൊണ്ട് കാണാൻ സാധ്യമല്ല. സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായിരിക്കുന്ന ആ വായുവിനെ കാണാൻ സാധിക്കുമോ? എന്നാൽ അതിനെയും ആ മാംസചക്ഷുസുകളെ കൊണ്ട് കാണാൻ സാധിക്കില്ല. എന്നാൽ നിശ്ചലമായിരിക്കുന്ന അന്തരാത്മാവിനെ ജ്ഞാനദൃഷ്ടിയുടെ പ്രകാശത്താൽ കണ്ട് അനുഭവിക്കാൻ മാത്രം സാധിക്കുന്നതാണ്.
അപ്പൊ നമ്മുടെ ശരീരത്തും ഈ പറയുന്ന വായുരൂപേണ ഈ ഓരോ രോമകൂപങ്ങളിലും ആ ജീവാത്മാവിന്റെ പ്രഭാവം ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ശരീരം പോലും നിലനിർത്തുന്നത്. ഈ രോമം മുറിച്ചാൽ പോലും അത് വീണ്ടും വളരുന്നുണ്ടല്ലോ. എങ്ങനെ വളരുന്നേ? ആ ജീവാത്മാവിനെ ആശ്രയിച്ചാണ് ഈ രോമം പോലും നിൽക്കുന്നത്. നമ്മൾ ഈ ഭൗതികതയിൽ ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ട് പരമമായ അവ്യക്തമായിരിക്കുന്നതിനെ പറ്റി നമുക്ക് ബോധമില്ല എന്നർത്ഥം. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവനെ ആശ്രയിച്ച് വേണം നമ്മൾ ഈ ശരീരത്തെ പോലും ഉപയോഗിക്കാൻ. നമ്മൾ ധരിച്ചിരിക്കുന്നത് ശരീരം ഉള്ളത് കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത് കൊണ്ട് എന്നാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷെ ജീവനെ ആശ്രയിച്ചിട്ടാ ശരീരം നിൽക്കുന്നത്. ഈ ശരീരം ജീർണിച്ചാൽ ജീവൻ പോകുന്നതും അതുകൊണ്ടാ. ശരീരത്തിന് നിൽക്കണമെങ്കിൽ ആരോഗ്യത്തോട് ഇരിക്കുന്ന ഒരു ശരീരം വേണം എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് അതിലിരിക്കുന്ന ശരീരത്തിലിരിക്കുന്ന അവ്യക്ത സ്വരൂപമായിരിക്കുന്ന നിശ്ചലമായിരിക്കുന്ന അന്തരാത്മാവിനെ സാധാരണ മാംസചക്ഷുക്കളെ കൊണ്ടറിയാൻ സാധ്യമല്ല. അത് ജ്ഞാനദൃഷ്ടിയുടെ പ്രകാശത്താൽ കണ്ടനുഭവിക്കാൻ, കാണാനും കേൾക്കാനും ചിന്തിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ജീവാത്മാവിന്റെ പ്രഭാവം കൊണ്ടാണെന്ന് അനുഭവിച്ചറിയാം. അതാണ്. എന്നാൽ അനുഭവിച്ചറിയാനേ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഈശ്വരനെ വിശ്വസിക്കാനുള്ളതല്ല, അത് അനുഭവിച്ചറിയാനുള്ളതാണ്. അനുഭവിച്ചറിഞ്ഞാൽ അവരവർക്ക് ബോധ്യം വരണം. അതേ കാര്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും അവർക്കത് ബോധ്യം വരണമെങ്കിൽ അതേ ലെവലിലേക്ക് അവർ ഉയർന്നവരായിരിക്കണം. അല്ലാത്തവരോട് പറഞ്ഞാൽ നിന്റെ തോന്നലുകളായതൊക്കെ പറയുന്നു പറയും. യഥാർത്ഥത്തിൽ നമ്മളെ ഓരോ കാര്യത്തിനും തോന്നിപ്പിക്കുകയല്ല ചെയ്യുക. എല്ലാവരും അതെ. അപ്പം ഈ ചോദ്യം ചോദിക്കുന്ന ആളിലും ഈ തോന്നലുണ്ടാകുന്നത് എവിടെ നിന്നാണ്? നിന്റെ തോന്നലാന്ന് പറയുമ്പോൾ ആ തോന്നൽ എവിടെ നിന്നുണ്ടായി? അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത്, നിന്നെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിച്ചത് ആരാണെന്ന് അന്വേഷിക്കൂ. നിനക്ക് തന്നെ കണ്ടെത്താവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യം നമ്മൾ പുറത്തന്വേഷിച്ച് നടക്കുകയാണ്. അത് ഏറ്റവും വലിയ അബദ്ധം, അജ്ഞത എന്ന് പറയുന്നത് അതാണ്. മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അജ്ഞതയ്ക്ക് കാരണം ഈ ഭൗതികതയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള മിഥ്യാധാരണയാണ്. യഥാർത്ഥത്തിൽ എന്തിനെയാണ് നാം ആശ്രയിക്കേണ്ടത്? അതുകൊണ്ടാണ് എന്തിനെയാണോ ആശ്രയിക്കേണ്ടത് അതിനെ നിരന്തരം സ്മരിക്കൂ. തസ്മാ സർവേഷു കാലേഷു. അല്ലെങ്കിൽ എന്താ കുഴപ്പം? യം യം വാഭിസ്മരൻ പാപം തെജത്യന്തേ കളയപരം. നമ്മള് എന്തിനെയെല്ലാമാണോ നിരന്തരം സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നത് അതായിത്തീരും. വീണ്ടും ജനിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജനിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്നെ തന്നെ സ്മരിച്ചാൽ എന്നിലേക്ക് എത്താം. മറ്റുള്ളതിനെ എന്തിനെ സ്മരിച്ചാലും വേണ്ടില്ല, നീ അതിലേക്ക്. ശരീരം ത്യജിക്കുക എന്നുള്ളത് ഈ ശരീരത്തിന്റെ നിലനിൽപ്പിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. അത് നമ്മൾ എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഒരു പരിധി കഴിഞ്ഞാൽ ആദ്യ ശ്വാസം എടുക്കേണ്ടതും അവസാന ശ്വാസം വിടേണ്ടതും നമ്മുടെ ജാതകത്തിൽ തന്നെ ഉണ്ടാകും എന്നർത്ഥം. എത്രയൊക്കെ ശ്രമിച്ചാലും അതിനെ എല്ലാ കാലത്തേക്കും നിലനിർത്താൻ സാധ്യമല്ല. എന്നാൽ അതിൽ തന്നെ നശിക്കാതെ നിൽക്കുന്ന ഒരു സംഗതിയാണ് അത് വീണ്ടും മറ്റൊരു ശരീരത്തിലേക്ക്. നമ്മൾ എന്തിനെയാണോ വ്യാപരിച്ച് വാസനാ ബലത്താലാണോ ഇപ്പൊ കിട്ടിയിട്ടുള്ള ശരീരം ഉപേക്ഷിക്കുന്നത്, വീണ്ടും ശരീരം കിട്ടുന്നത് ഈ ജീവനെ ആശ്രയിച്ച് നിൽക്കുന്ന വാസനാബലമായിരിക്കും കാരണമായി വരും. അവിടെയും നമുക്ക് ബോധം ഉണ്ടാവില്ല. ജീവനെ ആശ്രയിച്ചാണ് മനസ്സും ബുദ്ധിയും അഹങ്കാരവും പ്രവർത്തിക്കുന്നത്. ശരീരം ത്യജിച്ചു പോകുന്ന ജീവാത്മാവിനെ പോലും ബന്ധനത്തിൽപ്പെടുത്തിയിട്ട് അതനുസരിച്ചുകൊണ്ട് അതിനെ വലിച്ചു കൊണ്ടുപോയി എന്തിലാണോ അറ്റാച്ച്മെന്റ് അതനുസരിച്ചുള്ള ശരീരം. ഭരത മഹർഷി എല്ലാം ഉപേക്ഷിച്ച് പോയിട്ട് ഒരു മാനിനോട് അറ്റാച്ച്മെന്റും മമതയും ഒട്ടലുമായി അവസാനം അതിനെപ്പറ്റി സ്മരിച്ചുകൊണ്ട് മരിച്ചു. പിന്നത്തെ ജന്മത്തിൽ മാനായിട്ട് ജനിച്ചു. ഇതൊക്കെ ഉദാഹരണ സഹിതം പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ഈ ബോധത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാ.
അല്ലാതെ വെറുതെ കഥ കേട്ട് ഇങ്ങനെയൊക്കെ ജനിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ചിന്തിച്ച് സമാധാനിച്ചിരിക്കാനല്ല. നമുക്ക് ഈ ഗതി വരും. നമുക്ക് എം എം വാഭിസ്മരൻ ഭാവം ത്യജത്യന്തേ കളയപരം. നമ്മൾ ശരീരം ത്യജിക്കുന്ന സമയത്ത് എന്തിനോടാണോ അറ്റാച്ച്മെന്റ് അതനുസരിച്ച് കൊണ്ടായിരിക്കും അനന്തരഗതി എന്നതിൽ സംശയവുമില്ല. ഇതിന് പ്രത്യക്ഷ ഉദാഹരണം, നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ പകല് നമ്മളിൽ ഏത് വിഷയത്തിലാണോ ഭ്രമിച്ച് അറ്റാച്ച്ഡ് ആയിട്ട് ടോട്ടലോടുകൂടി കിടന്നുറങ്ങുന്നത്, അതേ വിഷയം അതേ വാസനാബലത്താലായിരിക്കും ഉണരുന്നത്. അപ്പൊ തലേ ദിവസം മറന്നുപോയിരുന്നാലും ഉറങ്ങുമ്പോൾ എല്ലാം ത്യജിച്ച് ലോകത്തെ പോലും മറന്ന് ശരീരത്തെ പോലും മറന്ന് സുഷുപ്തിയിൽ കിടന്നുറങ്ങിയാലും തിരിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ എന്താണോ തലേ ദിവസം ചിന്തിച്ചത്, എന്തിനെ പറ്റിയാണോ ചിന്തിച്ചത്, അത് തന്നെ ഓർമ്മ വരും. സംശയം ഉണ്ടെങ്കിൽ പരീക്ഷിച്ചോളൂ. അതുകൊണ്ട് ആ ഒരു ബലം നമുക്കുണ്ട്, അതിനുള്ള ശക്തി നമുക്കുണ്ടല്ലോ. ബോധമില്ലാതെ കിടന്നുറങ്ങിയാലും ഈ ഒരു ശക്തിയും എവിടെ നിന്ന് കിട്ടി? ആ ഒരു ബലം എവിടെ നിന്ന് കിട്ടി? അതുകൊണ്ടാണ് ഗീതയിലും പറഞ്ഞത്, സർവസ്യജാഖം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമാബോധനം ച വേദസ്യ സർവൈരഖമേവമേത്യോ വേദാന്തകൃത്വേദ വിദേവചാഖം. എല്ലാ ജീവപ്രാണികളും ഓർമ്മയായിട്ടും അറിവായിട്ടും മറവിയായിട്ടും പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെയാകുന്നു. ആ ശക്തി എല്ലാവരുടെയും ഹൃദയ കമലത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നും പറഞ്ഞു. എല്ലാ പ്രാണികളിലും. നമ്മളത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാൻ തന്നെയാണ് നമുക്ക് ഓർമ്മ തരുന്നതും അറിവ് തരുന്നതും അറിവ് തരുന്നതും എന്നറിയണം. അത് ഭൗതികമായിട്ടോ ഇല്ലേ ആത്മീയമായിക്കോട്ടെ, രണ്ട് തരത്തിലുള്ള അറിവും നമുക്ക് ഉണ്ടാക്കി തരുന്നതാരാ? ഭഗവാൻ തന്നെയാണ്. അത് ആത്യന്തികമായിട്ട് അറിയുക. അതുകൊണ്ട് എത്രയെത്ര മൃദോ ജ്ഞാനി ഏന വാകേന മൃത്യുന യഥാ സർവഗതം വ്യോമ തത്ര തത്ര ലയം ഗതം. ആത്മജ്ഞാനി എവിടെ വെച്ച് എങ്ങനെ മൃതി അടഞ്ഞാലും അവൻ മരിക്കുന്നില്ല. കുടത്തിലുള്ള ആകാശം കുടം ഉടഞ്ഞു പോയാൽ മഹാകാശത്തിൽ ലയിക്കുന്നു. അതേപോലെ ഈ ദേഹത്യാഗം ചെയ്ത ആ ജ്ഞാനിയുടെ ആത്മാവ് സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവിൽ ലയിക്കുന്നതാണ്. അപ്പൊ ഈ പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ശരീരം കിട്ടിയിരിക്കുന്നത്. എന്തിനെ ആശ്രയിച്ച്? ജീവനെ ആശ്രയിച്ചുകൊണ്ട് ശരീരം കിട്ടി. ഈ ശരീരം നഷ്ടപ്പെട്ടാലും ജീവൻ പരമാത്മാവിലേക്ക്, ഈ പ്രകൃതിയിലേക്ക് തന്നെ ലയിക്കും. വീണ്ടും കർമ്മബന്ധനമുണ്ടെങ്കിൽ ഈ ജീവാത്മാവ് ഏത് വാസനാബലത്തിലാണോ പോയത് അത് അനുഭവിക്കാൻ തക്കമുള്ള ശരീരത്തെ സൃഷ്ടിച്ച് നമുക്ക് നൽകും. വീണ്ടും ജനിക്കും. അപ്പം ആയുസ് എന്ന് പറയുന്നത് അവൻ മരിക്കുന്നില്ല. അപ്പൊ ശരീരം തൽക്കാലം മാറിയാലും, ഇല്ലെങ്കിൽ ഗീതയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2-ാം അധ്യായത്തില്, ജാതസ്യഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യജ തസ്മാത് അപരിഹാരാത്തേനത്വം ശോചിതമർഹസി. ജനിച്ചവന് മരണം ഉറപ്പാണ്, മരിച്ചവന് ജനനം ഉറപ്പാണ്. ഫലത്തിൽ അവൻ മരിക്കുന്നുമില്ല, ജനിക്കുന്നുമില്ല. ഞാൻ 500 വർഷമായിട്ട് ശരീരം എത്രയോ പ്രാവശ്യം മാറിയിരിക്കണം. ഞാൻ ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല ഫലത്തിൽ. ഇപ്പൊ തൽക്കാലം കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ ശരീരം പോയാലും വീണ്ടും ജനിക്കണമെന്നുണ്ടെങ്കിൽ, കർമ്മബന്ധനം ഉണ്ടെങ്കിൽ, ഈ ബലത്തിൽ തന്നെ ഇപ്പൊ ആധ്യാത്മിക മാർഗത്തിൽ ചരിക്കുന്ന ആളാണ്, ബാക്കി എല്ലാ ബന്ധനങ്ങളും വിടാൻ ശ്രമിക്കുന്നുണ്ട്. അതിനൊക്കെ ഉപരി ആശ്രയിച്ച് നിൽക്കുന്നത് ആ ഗുരുവായൂരപ്പനെ ആണെങ്കിലും, ആ വാസനാബലത്താലാണ് ഈ ജന്മത്തിൽ ഈ ശരീരം ഞാൻ ത്യജിക്കുന്നതെങ്കിൽ ആ ശരീരത്തിന് അതനുസരിച്ചുകൊണ്ട്, എന്ത് വാസനാബലത്താലാണ് പോകുന്നത് അതനുസരിച്ച് കൊണ്ട് തന്നെയുള്ള ശരീരം ലഭിക്കും. അപ്പൊ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നമ്മളിപ്പം സന്മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്, ആധ്യാത്മിക മാർഗത്തിലാണ്, ഭക്തി മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരം ത്യജിക്കേണ്ടി വന്നാലും, ആ ശരീരം തൽക്കാലം ഉപേക്ഷിച്ചാലും ഇതേ സ്വഭാവത്തിലുള്ള ശരീരപ്രാപ്തി പിന്നെ ലഭിക്കും. മരണം ജനനത്തിന്റെ ലക്ഷണമാണ്, ജനനം മരണത്തിന്റെ ആരംഭവുമാണ്. അതുകൊണ്ട് കുടത്തിലുള്ള ആകാശം കുടമുടഞ്ഞാലും അത് ആകാശത്തിലേക്ക് ചേരും. അതേപോലെ കുടം പോലെ നമ്മുടെ ശരീരം, ഈ ശരീരം ഉടഞ്ഞാൽ അത് പ്രകൃതിയിലേക്ക് ലയിച്ചു തീരും. അപ്പൊ അതുകൊണ്ട്
10, 60, 80, 100 കിലോ ഉള്ള ഒരു ശരീരമായാലും അത് കത്തിച്ചാൽ എത്രയാ? കേവലം 50 ഗ്രാം ചാരമായിട്ട് മാറും. അതാണ് ഭസ്മത്തിന്റെ പ്രാധാന്യം. കേവലം ആ ഭസ്മമാണ് നമ്മുടെ ശരീരം. അത് നശിച്ചാലും വീണ്ടും അതേപോലെ ശരീരം കിട്ടും. അപ്പൊ ഫലത്തിൽ ജീവാത്മാവിന് മരണമില്ല. അതുകൊണ്ട് ആത്മജ്ഞാനി എവിടെ വെച്ച് എങ്ങനെ മൃതി അടഞ്ഞാലും, മാരാരോഗം വന്ന് മരിച്ചാലും, ഏത് തരത്തിൽ ജനിച്ചാലും, ആത്മഹത്യ ചെയ്താലും, ആത്മഹത്യ എന്ന വാക്ക് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു, ശരീരഹത്യയാണ് ചെയ്യുക. ജീവാത്മാവിനെ ഒരിക്കലും ആർക്കും ഹത്യ ചെയ്യാൻ സാധ്യമല്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാപഖനായി ചൈനം ക്ലേതേന്ദ്യോപീശോഷ്യേതി മാരുത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ആയുധം കൊണ്ട് അതിനെ മുറിക്കാൻ സാധ്യമല്ല, അതിനെ അഗ്നിയിൽ ജലിപ്പിക്കാൻ സാധ്യമല്ല, വെള്ളത്തിൽ മുക്കി കൊല്ലാൻ സാധ്യമല്ല, അതിനെ വായു കൊണ്ട് ഉണക്കി കൊല്ലാനും സാധ്യമല്ല. അതുകൊണ്ടാണ് ആ ജീവാത്മാവ് മരിക്കുന്നില്ല. അതേപോലെ ദേഹത്യാഗം ചെയ്ത ആ ജ്ഞാനിയുടെ ആത്മാവ് സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവിലേക്കും. അപ്പം ആ വാസനാബലം ഈ ആത്മാവ് പരമാത്മാവുമായിട്ട് ഉണ്ടാക്കി വെച്ചാൽ അതങ്ങോട്ട് തന്നെ പോകും. നമുക്ക് എന്ത് വാസനാബലാണോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്നത്, നമ്മൾ ശരീരം കൊണ്ട് അതിൻ്റെ പിന്നാലെ പോകും, യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ ഈശ്വരനുമായിട്ട് അറ്റാച്ച് ചെയ്ത് ശരീരം ജീവിതകാലം തസ്മാ സർവേഷു കാലേഷു മാമനുസ്വര എന്ന ഭാവത്തിൽ ശരീരം എപ്പോൾ ത്യജിക്കുന്നോ അപ്പോൾ അതിലേക്ക് പോകും. എന്തിനാണ് സ്മരിക്കുന്നത്? അതിലേക്ക്. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും ഭഗവാൻ പറയുന്നു, ശരീരവ്യാപിനം വ്യോമ ഭുവനാനി ചതുർദശ നിശ്ചലോ നിർമ്മലോ ദേഹി സർവവ്യാപി നിരഞ്ജന. ശരീരത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആകാശം 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മഹാകാശത്തിന്റെ അംശമാകുന്നു. അതുപോലെ ദേഹത്തിനുള്ളിൽ നിശ്ചലമായും നിർമ്മലമായും നിറഞ്ഞു നിൽക്കുന്ന ജീവാത്മാവ് സർവവ്യാപിയും അഖണ്ഡവുമായ പരമാത്മാവിന്റെ അംശം തന്നെയാകുന്നു. ഇവിടെയാണ് നമുക്ക് ഈ ഒരു കാര്യമാണ് ഉറപ്പിക്കേണ്ടത്. ഈ ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവാത്മാവ് തന്നെയാണ് എൻ്റെ ഈശ്വരൻ. ഈ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നത് എന്തോ അതാണ് ഈശ്വരൻ. നമുക്കത് ഉറപ്പിക്കാനാണ് ഈ നെട്ടോട്ടം മുഴുവനോട്. അതൊന്ന് ഉറപ്പിച്ച് കിട്ടാൻ പണിയാണ്. അതൊന്ന് ഉറപ്പിച്ച് എത്രയായാലും നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ആണ് എൻ്റെ ഈശ്വരൻ എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് നമ്മുടെ വിവേചന ബുദ്ധി കൊണ്ട് നമ്മൾ ഉറപ്പിക്കേണ്ട സംഗതി. മനുഷ്യജന്മം കിട്ടിയതിൻ്റെ പരമമായ ലക്ഷ്യവും ഇത് തന്നെയാണ്. നമ്മൾ പുറത്തേക്കാണ് കണ്ണും മൂക്കും ചെവി ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുക. വ്യവഹരിക്കുന്നത് മുഴുവൻ പുറത്തേക്കാണ്, നശിക്കുന്നതിൻ്റെ പിന്നാലെ. അതുകൊണ്ട് അപ്പം നമ്മൾ ഈ എനർജി പോലും നമ്മുടെ ശരീരത്തിലൂടെ നഷ്ടമാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ സംഭരിക്കുന്ന എനർജിയും നവദ്വാരങ്ങളുടെ പുറത്ത് നഷ്ടമാകും. അതോടൊപ്പം നമ്മളുടെ ശക്തിയും ക്ഷയിക്കാനിടവരും. അതേപോലെ തന്നെ ഇതേ നവദ്വാരത്തിലൂടെ നെഗറ്റീവ് എനർജിയെ പുറത്താക്കിയിട്ട് ബാക്കിയുള്ളതിനെ പവിത്രമാക്കാനും സാധിക്കും. ഈ നവദ്വാരങ്ങളിലൂടെ തന്നെയാണല്ലോ നമ്മുടെ മാലിന്യങ്ങളൊക്കെ പുറത്ത്, രോമകൂപങ്ങൾ വരെ വേർപ്പിനെ പുറത്താക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള സർവ്വവിധ മാലിന്യ കൂമ്പാരമാണെങ്കിൽ പോലും ആ ശരീരത്തിനെ പോലും പവിത്രമാക്കി നിർത്തുന്നത് ഈ ശരീരം തന്നെയാണ്. അതിൽ പ്രവർത്തിക്കുന്ന ജീവാത്മാവാണ് ഈ പ്രോസസ്സൊക്കെ മുഴുവൻ നടത്തുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ഈ നാമസങ്കീർത്തനം വെച്ച് സർവപാപ പ്രണാശം എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി, അനേക ജന്മങ്ങളിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ദുർമേധസ്സുകളെ ഈ നവദ്വാരങ്ങളിലൂടെ തന്നെ പുറത്താക്കും. അല്ലാതെ നമ്മൾ സംഭരിക്കുന്ന പോസിറ്റീവ് എനർജിയെ മാത്രമല്ല വേസ്റ്റ് ആക്കുന്നത്. അതേസമയം മുഴുവൻ പവിത്രമായി തീർന്നാലോ, ഈ നെഗറ്റീവ് എനർജിയെ മുഴുവൻ നമ്മൾ പുറത്താക്കിയാൽ പരമപവിത്രമാകും ശരീരം. കാരണം അതും ഗുരുവായൂരപ്പന് തന്നെ അപരാശക്തി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ പരാശക്തി എന്ന് പറഞ്ഞാൽ എന്താ? നശിക്കാത്ത ശക്തി കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ആ ശരീരം നശിക്കാതിരിക്കുന്ന വസ്തു എന്താണ്? അപരയായിട്ട് നിൽക്കുന്നത് എന്താ? അക്ഷരമായിട്ട് നിൽക്കുന്നത് ആ ജീവാത്മാവാണ്. അപ്പൊ ജീവാത്മാവ് പരിശുദ്ധമാകാതിരിക്കാൻ കാരണം മാലിന്യം
അതിൽ പോലും ഒട്ടലോടുകൂടി നിൽക്കാൻ കാരണം ഈ ശരീരമാണ് മാധ്യമം. അപ്പൊ ആ ശരീരത്തെ കൊണ്ട് തന്നെ ജീവാത്മാവിനെ പവിത്രമാക്കാൻ സാധിച്ചാൽ ശരീരം തന്നെ പവിത്രമായി മാറും. പിന്നെ എല്ലായിടത്തും പ്രകാശമേ കാണൂ. ആത്മപ്രകാശം ശരീരത്തെ മുഴുവൻ വ്യാപിക്കും. പിന്നെ ഇരുട്ടെന്ന് പറയണ ഉണ്ടാകുകയില്ല. അപ്പം ഈ നവദ്വാരങ്ങളിലൂടെ ഇപ്പം ഒരു ഓടക്കുഴലിന്റെ കഥ ഞാൻ പറഞ്ഞു. നമ്മൾ ഭാഗവതം വായിക്കുമ്പം വേണുഗാനം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെയുണ്ട്. ആ വേണുവിനെ പറ്റി പറയുമ്പം ആ വ്യാസമഹർഷി തന്നെ മുരളിയെ പറ്റി സ്തുതിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഈറ്റക്കമ്പിൽ ഉണ്ടായിട്ടുള്ള പവിത്രത ഇല്ലെങ്കിൽ അതിന് ഉള്ള മഹാഭാഗ്യം. കാരണം നവദ്വാരങ്ങളാണ്, 9 ദ്വാരങ്ങളാണ് ഒരു ഓടക്കുഴലിൽ ശരിക്കും വേണ്ടത്. ഓടക്കുഴലിൽ 9 ദ്വാരങ്ങളുണ്ടെങ്കിൽ ആ ദ്വാരത്തിലൂടെ പ്രാണവായു, ഭഗവാന്റെ വായു, പ്രാണനാകുന്ന വായു സഞ്ചരിക്കുമ്പോഴാണ് ഈ സപ്തസ്വരങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ഭഗവാന്റെ വായിൽ നിന്ന് പ്രാണവായു ആകുന്ന ജീവാത്മാവ് നമ്മുടെ നവദ്വാരത്തിലൂടെ പ്രവർത്തിച്ചാൽ ആ ഓടക്കുഴലിനെ പവിത്രമാക്കുന്നത് പോലെ ആ മഹാഭാഗ്യം നമ്മുടെ ശരീരത്തിനും ഉണ്ടാകുന്നർത്ഥം. നമ്മുടെ ശരീരം ശുദ്ധമാണെങ്കിൽ പിന്നെ എന്ത് എനർജിയാ? മുഴുവൻ പോസിറ്റീവായി കഴിഞ്ഞാൽ പിന്നെ അകത്തും പുറത്തും ഒക്കെ പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ വേസ്റ്റ് ആകാനുള്ളത്? എല്ലായിടത്തും പ്രകാശമാണ്, പവിത്രമായിരിക്കുന്ന വായുവാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. അതേ വായു തന്നെ വായു രൂപേണ സംസ്ഥിത എന്ന് ഭഗവാനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പം ആ പവിത്രമായ വായുവാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ ശരീരത്തിനുള്ളിലും പ്രാണവായു സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ പവിത്ര വായു ആണെങ്കിൽ ഈ ശരീരത്തെയും പവിത്രമാക്കാൻ സാധിക്കും. നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഈ പവിത്രതയെ പോലും അപവിത്രമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശരീരമാധ്യം ഖലു ധർമ്മസാധനം പറഞ്ഞ മുഖ്യമായ ധർമ്മം നമ്മുടെ ജീവാത്മാവ് പരിശുദ്ധമാണ്. ആ ജീവാത്മാവിനെ പരിശുദ്ധമാക്കി വെച്ചുകൊണ്ട് തന്നെ ശരീരത്തെയും പവിത്രമാക്കി സാധിക്കാം. അപ്പൊ പരമാത്മാവിലേക്ക് എത്തണമെങ്കിലും ശരീരമാധ്യം ഖലു ധർമ്മസാധനം, പരമമായ ധർമ്മത്തെ അനുസരിച്ചാൽ മാത്രമേ ഈ ശരീരം പോലും പവിത്രമായി മാറും. അപ്പൊ ഈ ശരീരം ഉപേക്ഷിച്ചാലോ? എന്തിലാണോ ശരീരം പോലും ജീവാത്മാവും പവിത്രമായി നിൽക്കുന്നത് എന്തിനെ ആശ്രയിച്ചാണോ അങ്ങോട്ട് തന്നെ അത് സ്വയമേവ എത്തിച്ചേരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ശരീരവ്യാപിനം വ്യോമ ഭുവനാനി ചതുർദശ നിശ്ചലോ നിർമ്മലോ ദേഹി സർവവ്യാപി നിരഞ്ജന. ശരീരത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആകാശം 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ മഹാകാശം പരമപവിത്രമായ പരമാത്മാവിന്റെ പ്രത്യക്ഷ രൂപമാണ് മഹാകാശം പറയുന്നത്. ഈ അനേക കോടി ബ്രഹ്മാണ്ട ജനനി നിൽക്കുന്നത്, ഈ അണ്ടകടാകം മുഴുവൻ നിൽക്കുന്നത് ഈ മഹാകാശത്തിന്റെ ഉള്ളിലാണ് നമ്മളടക്കമുള്ളത്. അതുകൊണ്ട് ആ മഹാകാശത്തിന്റെ അംശം മാത്രമാണ് നമ്മുടെ ഓരോ ജീവനും. നമ്മുടെ ഉള്ളിലുള്ള ജീവനും ആ മഹാകാശത്തിന്റെ അംശമാണ്. അത് പരമാത്മാവുന്ന മഹാകാശം. അതേപോലെ ദേഹത്തിനുള്ളിൽ നിശ്ചലമായും നിർമ്മലമായും നിറഞ്ഞു നിൽക്കുന്ന ജീവാത്മാവ് സർവവ്യാപിയും അഖണ്ഡവുമായ പരമാത്മാവിന്റെ അംശം തന്നെയാണെന്ന് നാം ഉറപ്പിക്കണം. ഇതാണ് ഏറ്റവും വലിയ കഠിനവും. ഞാൻ എൻ്റെ എന്ന് പറയുമ്പോഴേ ഈ അംശമാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് സ്വയം ബോധ്യമാകണം. അതുകൊണ്ട് മുഹൂർത്തമപി യോഗശ്ചേൽ നാസാഗ്രേ മനസാ സഹ സർവം തരതി പാപ്മാനം തസ്യ ജന്മ ശതാർജിതം. നാസാഗ്രമായ ഭൂമധ്യാന്തർഭാഗത്ത് ഒരു മുഹൂർത്ത നേരം മനസ്സിനെ അടക്കി നിർത്തി യോഗാഭ്യാസം ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന യോഗിക്ക് അവന്റെ 100 ജന്മങ്ങളിലും സർവപാപങ്ങളും നശിക്കുന്നതാണ്. അതായത് അപ്പോൾ മുഹൂർത്ത നേരവും അധികവും അഭ്യസിച്ച് നിത്യം പരിശീലിക്കുന്നവന് കിട്ടുന്ന ഗുണം എന്തെന്ന് ഊഹിച്ചുകൊള്ളുക. എത്ര നിസ്സാരമായിട്ടാണ് ഭഗവാൻ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം.
അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയാം. നാസാഗ്രമായ ഭ്രൂമധ്യത്തിൽ, നാസാഗ്രം എന്ന് പറഞ്ഞാൽ മൂക്കിൻ തുമ്പല്ല, മൂക്ക് എവിടുന്ന് തുടങ്ങുന്നോ അതിനെയാണ് നാസാഗ്രം എന്ന് പറയുന്നത്, അഗ്രം. അപ്പൊ അതുകൊണ്ട് നാസാഗ്രമായ ഭൂമധ്യ അന്തർഭാഗത്ത് ഒരു മുഹൂർത്ത നേരം സാന്നിധ്യം മാത്രം, ഒരു നിമിഷത്തേക്ക് മനസ്സിനെ അടക്കി നിർത്തി യോഗാഭ്യാസം ചെയ്യണം. അപ്പൊ യോഗാഭ്യാസം വേണോ വേണ്ടയോ, ജപതപാദികൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിന്റെ ഉത്തരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കെന്താ എപ്പോഴും ഏത് സമയത്തും നമ്മൾ എത്ര പെർഫെക്റ്റ്, ഈ പ്രാരാബ്ദങ്ങളുടെ ഇടയിലാണ്, സംശയവും വേണ്ട, മായയിൽപ്പെടും. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്രശ്നമൊന്നുമില്ല, ഇതിനെ പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട് ക്ലാസ് എടുക്കണം. പക്ഷെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് പെട്ട് കഴിഞ്ഞാൽ മായയിൽപ്പെടും. അപ്പോൾ അത് ദിവസവും ചെയ്യുന്ന സാധനാബലമാണ്. ഈ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ പലതരത്തിലുള്ള ബന്ധങ്ങളിൽ പെട്ടാലും അതിനെ പവിത്രമാക്കി നിർത്തണമെങ്കിൽ ദിവസവും യോഗ സാധന ചെയ്തിരിക്കണം എന്ന് സൂചിപ്പിക്കുക. അത് ഒരു നിമിഷത്തേക്കെങ്കിലും അവിടെ ആ പരമമായതിൽ ഉടക്കിയാൽ മതി മനസ്സ്, പിന്നെ അത് നിലനിൽക്കും. യോഗാഭ്യാസം ചെയ്യണം എന്ന് പറയുന്നത് ജപതാവാദികൾ ഒരിക്കലും മുടക്കാതെ ചെയ്യണം എന്ന് പറയുന്നതിന് നമ്മൾ എത്ര പവിത്രത വരുത്തിയാലും, ഈ പറയുന്ന 14 വർഷത്തെ സാധനാബലം ഉണ്ടാക്കിയാലും ഈ വാസനാബലം എപ്പോൾ വേണേലും മായ നമ്മളെ ബാധിക്കും. അപ്പം മായ ബാധിക്കാതിരിക്കണമെങ്കിൽ പ്രൊട്ടക്ഷൻ വേണം, എപ്പോഴും സെക്യൂരിറ്റി വേണം, നമ്മൾ അലർട്ടായിരിക്കണം. ഇല്ലെങ്കിൽ എപ്പോഴാ പുറത്തേക്ക് പോയാൽ മായ ബാധിച്ചാൽ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കാണുന്നതും ഇല്ലേ കേൾക്കുന്നതും സത്യമാണെന്ന്, അതാണ് സത്യം എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും ഒരു നിമിഷത്തേക്ക്. മറ്റുള്ളവർ നമ്മളെ പ്രതിബന്ധത്തിലാക്കണം, ഇല്ലെങ്കിൽ മനഃപൂർവ്വമൊന്നുമല്ല, പക്ഷെ അവർ പറയുന്ന ന്യായീകരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ശരിയാണെന്ന് തോന്നിയാൽ മതി, മായപ്പെട്ടു എന്നാണ്. അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നിയാൽ അവരുടെ പിന്നാലെ പോയാൽ, ഇല്ല അവർ പറയുന്നതാണ് ശരിയെന്ന് തോന്നി കഴിഞ്ഞാൽ അത് നമ്മുടെ മായയിൽപ്പെടാൻ വാസനാബലം കൂടെ കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെടും. നമ്മളെ അവരെ ഓർപ്പിച്ചു തരിക ചെയ്യുന്നത്. നമ്മൾ മറന്നിരിക്കുന്ന വിരക്തിയിൽ എത്തിച്ച കാര്യം പോലും നമ്മളെ അതിലേക്ക്, മായയിലേക്ക് ഓർമ്മ വന്നാൽ മതി, അത് വാസനാബലം പൊങ്ങി വരും. അപ്പൊ അതുകൊണ്ട് ഒരു നിമിഷത്തേക്ക് മാത്രമാണെങ്കിലും ഈ യോഗയാൽ ഭ്രൂമധ്യത്തിൽ ഈശ്വരനെ ഒരു നിമിഷം, മുഹൂർത്ത നേരം എന്നാ പറഞ്ഞത്, മനസ്സിനെ അടക്കി നിർത്തി യോഗാഭ്യാസം ചെയ്യണം, ദിവസവും ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന യോഗിക്ക് അവന്റെ 100 ജന്മങ്ങളിലെ സർവപാപങ്ങളും നശിക്കും ഒരു മുഹൂർത്തം മാത്രം കൊണ്ട്. അതാണ് രമണ മഹർഷി സുലഭമായിട്ട് പറയുന്നത്, അയ്യേ അതിസുലഭം. ഒരു നിമിഷത്തേക്ക് അതിൻ്റെ ആ സ്വാദൊന്ന് അറിഞ്ഞാൽ മതി, പിന്നെ വാസനാബലം അതായിട്ട് മാറിയാൽ മതി, രക്ഷപ്പെട്ടു. ആ മുഹൂർത്ത നേരം അതിലധികവും അഭ്യസിച്ച് നിത്യം പരിശീലിക്കുന്നവന് കിട്ടുന്ന ഗുണം എന്തെന്ന് ഊഹിച്ചു കൊള്ളുക എന്നാ പറഞ്ഞു. ഒരു മുഹൂർത്ത നേരം കൊണ്ട് കിട്ടുന്ന സുഖം, ഈ പറയുന്ന പരമാനന്ദം, അത് ദിവസവും ഇല്ലെങ്കിൽ സദാസമയം ചെയ്യുന്ന ആരുടെ സ്ഥിതി എന്താണെന്നൊന്ന് ആലോചിച്ചു കൊള്ളുക, ഊഹിച്ചു കൊള്ളുക എന്നാ ഭഗവാൻ പറയണം. അപ്പൊ അതുകൊണ്ട് ഒരു നിമിഷം മാത്രം കൊണ്ട്, സാന്നിധ്യം മാത്രം കൊണ്ട് ഈ ഒരു സിദ്ധി നമുക്ക്, ഒരു കൃപ സാധിച്ചാൽ, ക്ലിക്കായാൽ മതി, അപ്പോൾ 100 ജന്മങ്ങളുടെ പാപം പവിത്രമാകും. പക്ഷേ ഈ പാപരാഹിത്യം വരുന്നവർക്ക് ഈ ഒരു സ്ഥിതി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ യോഗ ജപതപാദികൾ ചെയ്യാൻ പറയുന്നത്. പവിത്രത ഉണ്ടാക്കണം, അപ്പോഴാണ് ഈ ഒരവസ്ഥ കൈവരിക. അപ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവും പഴയ സകലതും നമ്മുടെ കർമ്മബന്ധനങ്ങൾ മുഴുവൻ ഇല്ലെങ്കിൽ ഇല്ലാതെ വരുന്ന ഒരവസ്ഥയിലാണ്, പാപരാഹിത്യം വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് മനസ്സ് അടക്കി നിർത്താൻ തന്നെ സാധിക്കും. ഇല്ലെങ്കിൽ ഏതെങ്കിലും വാസനാബലം കർമ്മം ബാക്കിയുണ്ടെങ്കിൽ അതനുസരിച്ചുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഈ മുഹൂർത്ത നേരം കിട്ടാതെ പോകുന്നർത്ഥം. എപ്പോൾ മുഹൂർത്ത നേരത്ത് മനസ്സിനെ അടക്കി യോഗാഭ്യാസം ചെയ്ത്, അതാണ് പരിശീലിച്ചുകൊണ്ട് ശനൈ ശനൈര് പരമേ ബുദ്ധി ആദ്യത്തെ ഗഗീതയാൻ ആത്മസംസ്ഥം മനക്കത്വാൻ ആഹിഞ്ചിത വിചിന്തയെന്ന് യോഗാഭ്യാസത്തെ പറ്റി ഭഗവാൻ പറയുന്നുണ്ട്. തുടരെ ശ്രമിക്കണം. ഇനി കിട്ടിയാലും നഷ്ടപ്പെടും, അതുകൊണ്ടാണ് നിരന്തരം അത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞു. നാരദൻ
ആ ദാസീപുത്രനായിട്ട് ജനിച്ച സമയത്ത് ഭഗവാനെ ഒരു നിമിഷത്തേക്ക് ഒരു മുഹൂർത്തം കൊണ്ട് കാണിച്ചു കൊടുത്തു രൂപം. വീണ്ടും എത്ര ശ്രമിച്ചിട്ടും കാണാൻ പറ്റാതിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ ജന്മത്തിൽ നിനക്ക് ഇനി എന്നെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ യോഗ നീ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് തുടരെ തുടരെ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ചെയ്യൂ. അതനുസരിച്ച് കൊണ്ടുള്ള ശരീരം, ഇല്ലെങ്കിൽ അടുത്ത ജന്മം നിനക്ക് ശ്രേഷ്ഠമായിട്ട് കാണും. അപ്പോൾ എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും, എപ്പോഴും അനുഭവിക്കാം. എവിടെയൊക്കെ പോയാലും നിന്റെ കൂടെ ഞാനുണ്ടാവും. ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ. പക്ഷേ ഈ ജന്മത്തിൽ നീ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കും. മുടക്കാൻ പറഞ്ഞില്ല, ഇത് ചെയ്യാതിരിക്കരുത്, ഇനി അടുത്ത ജന്മത്തിൽ വരുമ്പോൾ കാണാമെന്ന് പറയില്ല പറഞ്ഞത്. നീ ഇപ്പം എന്താണ് ചെയ്തിട്ട് എന്നെ കണ്ടത്, ആ യോഗാഭ്യാസം ചെയ്തത്, അത് തുടർന്നും ശരീരം ത്യജിക്കുന്നവരെ ചെയ്യുക. അങ്ങനെ ഈ ജന്മത്തിൽ ശരീരം ത്യജിച്ചുള്ളൂ. അടുത്ത ജന്മത്തിൽ നിനക്ക് എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കാനുള്ള യോഗത്തിലേക്ക് നീ എത്തും എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കഥാഭാഗങ്ങളെ ശരിക്ക് ചിന്തിച്ചറിയണം എന്നർത്ഥം. അപ്പം ഒരു ജന്മം കൊണ്ടല്ല നമുക്ക് പരമമായിലേക്ക് എത്താൻ സാധിക്കുക. കാരണം നമ്മൾ ഈ മാലിന്യ കൂമ്പാരം കൊണ്ട് ഉണ്ടാക്കി വെക്കുന്നത് മാലിന്യങ്ങളാണ്. നശിക്കുന്ന അസുരീ സമ്പത്ത് കൊണ്ട് എന്തൊക്കെ നമ്മൾ പോഷിപ്പിച്ചാലും വേണ്ടില്ല, അതൊക്കെ നശിക്കുന്നതാണ്. അപ്പൊ നശിക്കാതിരിക്കണമെങ്കിൽ ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ്, ഈ പറയുന്ന 100 ജന്മങ്ങളിലുള്ള ഈ കർമ്മബന്ധനങ്ങളെ മുഴുവൻ നമ്മൾ പുറത്താക്കണം. അത് പുറത്താകാൻ എന്താ? ഒരു നിമിഷം, ഒരു മുഹൂർത്തം, ഞൊടിയിടയിൽ സാധിക്കുന്നതാണെന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് 100 ജന്മങ്ങളിലെ പാപം ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാതെയാക്കും. പക്ഷെ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഈ ജന്മം മുഴുവൻ ചിലപ്പോൾ നമ്മൾ ഈശ്വരോപാസന ചെയ്യേണ്ടി വരും. കാരണം എന്താ? അനേക ജന്മങ്ങളിൽ, 100 ജന്മമൊന്നുമല്ല, അതിനു മുമ്പുള്ള കർമ്മബന്ധനങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് മുഴുവൻ തീർക്കാതെ ഈ 100 ജന്മങ്ങളെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാക്കണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പുള്ളത് തീർക്കണം എന്നർത്ഥം. എത്രയെത്ര ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, വല്ല കണക്കുണ്ടോ? ബഹൂനീതയം വ്യതീതാനി ജന്മാനി തപദാർച്ചുനാദാന്യകം വേദസർവാണി നത്വം വേത്ത പരമജാനും. നീയൊക്കെ എത്രയോ ജന്മങ്ങൾ എടുത്തിരിക്കുന്നു, ഞാനും നിങ്ങളും എത്രയോ ജന്മങ്ങൾ എടുത്തിരിക്കുന്നു. കുറച്ചൊക്കെ ഞാൻ അറിയുന്നു, നിങ്ങളൊന്നും അറിയുന്നില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഭക്തി യോഗ സാധനയിൽ നമ്മൾ അത് ഭക്തിമാർഗം സ്വീകരിച്ചാലും ജ്ഞാനമാർഗമായാലും ഇല്ലെങ്കിൽ ലളിതമായ ഭക്തിമാർഗം സ്വീകരിച്ചാലും യോഗാഭ്യാസം ചെയ്താലും എപ്പോഴാണോ പൂർവജന്മ 100 ജന്മങ്ങൾ വരെ ഉള്ളത് മുഴുവൻ ക്ലിയർ ആയാൽ മാത്രമേ, അതും ഒരു യോഗം ലഭിച്ചാലാണ് ഈ യോഗാഭ്യാസം കൊണ്ട് തുടർന്ന് ചെയ്യുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ചിലപ്പം അതിൻ്റെ കൂടെ 100 ജന്മങ്ങളിലെ പാപം കൂടെ ഇല്ലാതെ വരുമ്പോഴായിരിക്കും ഈ പരമ പവിത്രത വരും. അപ്പോഴായിരിക്കും പരമാത്മാവിനെ അറിയാൻ പോലും സാധിക്കുക. അതുകൊണ്ട് ഇത് പുറത്തൊന്നും അല്ല, ഇവിടെ എടുത്തു പറയുന്നത് എന്താ? ദേഹത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാകാശത്തിന്റെ അംശം മാത്രമാണ് ജീവൻ. അത് നാസാഗ്രമായ ഭ്രൂമധ്യത്തിൽ ആ മുഹൂർത്തം, ഒരു മുഹൂർത്ത നേരം കൊണ്ട് അത് മനസ്സിലാക്കി അവിടെ ഉറപ്പിച്ചു നിർത്തുന്ന യോഗാഭ്യാസം ചെയ്യൂ. അതായത് ഭ്രൂമധ്യത്തിൽ നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധയെ ഉറപ്പിച്ചു നിർത്താൻ നിത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പരിശീലിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു യോഗിക്ക് പൂർവജന്മങ്ങളിലുള്ള, അതെത്ര ജന്മം കണക്കൊന്നും വയ്ക്കണ്ട, 100 ജന്മം എന്ന് ഇവിടെ ഭഗവാൻ ഉറപ്പിച്ച് പറഞ്ഞാലും നമ്മൾ എത്ര ജന്മം, 100 ജന്മം കൊണ്ടും ചിലപ്പോൾ തീരില്ല. പക്ഷെ ഈ മുഹൂർത്തം മാത്രം കൊണ്ട് ഞൊടിയിടയിൽ ഈ ഒരു കാര്യം സാധിച്ചാൽ, അത് നിത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ എത്രയെത്ര ജന്മങ്ങളിൽ നമുക്ക് ഈ കർമ്മബന്ധനം ഉണ്ടായിട്ടുണ്ടോ ആ സർവ പാപങ്ങളും നശിപ്പിക്കുന്നതാണ് ഈ ഒരൊറ്റ കാര്യം, ധ്യാന മുഹൂർത്തം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ മുഹൂർത്ത നേരവും അതിലധികം അഭ്യസിച്ച് നിത്യം പരിശീലിക്കുന്നവന്റെ കാര്യം എന്തായിരിക്കും? അവന്റെ ഗുണം, അവന് കിട്ടുന്ന പ്രയോജനം എന്തെന്ന് ഊഹിച്ചു കൊള്ളുക. അപ്പൊ നമ്മൾ പൂർവജന്മ പാപരാഹിത്യം വരുമ്പോഴാണ് ഈ യോഗത്തിലേക്ക് എത്തുക. യോഗത്തിലേക്ക് എത്തി ഒരു നിമിഷത്തേക്കെങ്കിലും, മുഹൂർത്ത നേരമെങ്കിലും മനസ്സ് ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിച്ചാൽ 100 ജന്മങ്ങളെ പാപരാഹിത്യം വരുമെങ്കിൽ നിത്യമായിട്ട് ഈ അഭ്യാസം ചെയ്യുന്ന യോഗിയുടെ സ്ഥിതി എന്താണ്, അതിൻ്റെ ഗുണം, പ്രയോജനം എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറയണോ എന്നാണ് ഇവിടെ ഭഗവാൻ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട്
ഈ ഒരു സ്ഥിതിയിലേക്ക് എത്താനാണ് ശനൈരുപരമേൽ ബുദ്ധ്യാതിഗീതയാൽ ആത്മസംസ്ഥം മനഃകൃത്വ നാ കിഞ്ചിതവിചിന്തയെ. അപ്പം ബ്രഹ്മജ്ഞാനി ആയാൽ പോലും ഈ യോഗാഭ്യാസം ഇല്ലെങ്കിൽ ഈ യോഗ സാധനാ ബലം ഒരിക്കലും വിടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ, ബ്രഹ്മജ്ഞാനി ആയാൽ പോലും അവനെ ചില ജന്മവാസനകൾ വിടില്ല. അതുകൊണ്ട് ആ അറ്റാച്ച്മെന്റ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ നിർത്തിയാൽ അറിയാം. കണ്ണാടിയാണെങ്കിലും തൂത്തു തുടച്ചു വെക്കണം, നമ്മുടെ വീടായാലും തൂത്തു തുടച്ചു വെക്കണം. അപ്പോഴേ ആ പവിത്രത നമുക്ക് കണ്ട് ആസ്വദിക്കാൻ, അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ ഒരു ദിവസം ചെയ്യാതിരുന്നാൽ പോലും ഒരു ഗ്ലാസ് ആയാലും വേണ്ടില്ല, ഒരു കണ്ണാടി ആയാലും വേണ്ടില്ല, ഒരു പാത്രമായാലും വേണ്ടില്ല, നമ്മുടെ ശരീരമായാലും വേണ്ടില്ല, അത് പൊടിപടലങ്ങൾ ചേർന്നാൽ അതിൻ്റെ പവിത്രത ഇല്ലാതെ വരും. അപ്പൊ ഈ പവിത്രത കൈവരുമ്പോഴാണല്ലോ ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നത്. അപ്പോൾ ആ പവിത്രത തൂത്തു തുടച്ച് വെക്കുന്ന രീതി തുടർന്നില്ലെങ്കിൽ ആ പവിത്രത വാസനാബലത്താൽ ചിലപ്പോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് അർജുനൻ ആദ്യം ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നൽകുന്നു. എന്താണോ ഈ യോഗബലത്താൽ ശീലിച്ച്, എന്താണോ ഒരു മുഹൂർത്തത്തിൽ നമുക്ക് കിട്ടിയത്, അത് നിലനിർത്തണമെങ്കിൽ ഈ യോഗാഭ്യാസം തുടരുക തന്നെ വേണം. അത് ഭക്തിമാർഗം മന്ത്രജപമാകാം, ജപതപാദികളാകാം, യോഗമാർഗമോ ജ്ഞാനമാർഗമോ സത്സംഗമോ എന്തായാലും വേണ്ടില്ല. ഈ പവിത്രത നഷ്ടപ്പെടുത്താതിരിക്കാൻ ദിവസം ഒരു നേരമെങ്കിലും ഈ ഒരു സാധനാബലം, ഒരു മുഹൂർത്ത നേരമെങ്കിലും നമ്മൾ ചെയ്താൽ ഈ ഗുണം നമ്മളിൽ നിലനിൽക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിനെ ഉപേക്ഷിക്കണോ അതെയോ നിലനിർത്തണമോ എന്ന് നമ്മൾ യുക്തിസഹജമായിട്ട് തീരുമാനിക്കേണ്ടത്. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സമർപ്പിക്കാം. ഒരു പ്രാവശ്യം കൂടെ ഈ 5 ശ്ലോകങ്ങളൊന്ന് പാരായണം ചെയ്തുകൊണ്ട് സമർപ്പിക്കാം. തതപവിത്രം പരമേശ്വരാഖ്യം അദ്വൈതരൂപം വിമലാംബരാഭം യതോതകേ തോയമനുപ്രവിഷ്ടം തഥാത്മരൂപോ നിരുപാധി സംസ്ഥിത. ആകാശവൽസൂക്ഷ്മ ശരീരമാത്മാ ന ദൃശ്യതേ വായുവദന്തരാത്മാ ന ബാഹ്യ അഭ്യന്തര നിശ്ചലാത്മാ ജ്ഞാനോൽക്കയാ പശ്യതി ചാന്തരാത്മാ. എത്രയെത്ര മൃതോജ്ഞാനി യേന വാ കേന മൃത്യുന യഥാ സർവഗതം വ്യോമ തത്ര തത്ര ലയം ഗതം. ശരീരവ്യാപിനം വ്യോമ ഭുവനാനി ചതുർദശ നിശ്ചലോ നിർമ്മലോ ദേഹി സർവവ്യാപി നിരഞ്ജന. മുഹൂർത്തമപി യോഗശ്ചേൽ നാസാഗ്രേ മനസാ സഹ സർവം തരതിപാപ്മാനം തസ്യ ജന്മ ശതാർജിതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യ ശുഭം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.